ഭക്തിയാകാം. എന്നാൽ ഭക്തി തൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് മറ്റൊന്നിൻ്റെ സ്ഥാനം ആക്രമിക്കരുത്, അതിക്രമിക്കുകയുമരുത്. ജ്ഞാനമുണ്ടായാൽ കൂടിയും ഭക്തി വേണം. ജ്ഞാനത്തിൻ്റെ ദൃഢത, സ്ഥിരീകരണം, സ്ഥൈര്യം ഭക്തി കൊണ്ടാണ്. ഭക്തി പ്രേമരൂപിയാണ്. അതാണ് മനസ്സിന് ദൃഢതയെ ഉണ്ടാക്കുന്നത്. അതാണ് സ്ഥൈര്യത്തെ തരുന്നത്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. അതാണ് നാം എടുത്തു വരുന്നത്. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ. മനീഷ ഫലത്തെയാണ് ത്യജിക്കുന്നത്. അതിനു വേണ്ട ബുദ്ധി ബ്രഹ്മ ആത്മൈകത്വ സാക്ഷാത്കാരരൂപി ബുദ്ധിയാണ് പ്രാപ്തമാക്കേണ്ടത് എന്ന് കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടു. എന്നാൽ തുടരുന്നത് പലപ്പോഴും ശരീരാത്മൈകത്വജ്ഞാനമാണ്. അതിൽ നിന്നാണ് അഹം മമതാരൂപി മോഹം തുടരുന്നത്. ശരീരം ജഡവും ആത്മാവ് ചേതനവുമാണ്. അത്യന്ത വിരുദ്ധ തത്വദ്വയങ്ങളാണ് രണ്ടും. അവ രണ്ടിൻ്റെയും ഏകത അസംഭവമാണ്. അതാണ് മായയുടെ പ്രത്യേകത. ചേതനമായ മായ, സച്ചിദാനന്ദ ഘനമാണ്. ആത്മാവ് ചേതനമാണ്, സച്ചിദാനന്ദ ഘനമാണ്. ബ്രഹ്മാത്മൈകത്വമുണ്ടാവുന്നു, ശരീരാത്മൈകത്വമരുത്. ബ്രഹ്മാത്മൈകത്വം വരുമ്പോഴെല്ലാം ആനന്ദമുണ്ടാവും. സദ്ഭാവവും ചിദ്ഭാവവും ആനന്ദഭാവവും ആത്മബോധത്തിലൂന്നിയതാണ്. കാരണം ആത്മാവ് സച്ചിദാനന്ദ ഘനമാണ്. എപ്പോൾ വരെ ആത്മാവുണ്ടോ അപ്പോൾ വരെ ഉണ്മയുണ്ടാവും. എപ്പോൾ വരെ ആത്മാവുണ്ടോ അപ്പോൾ വരെ ജ്ഞാനമുണ്ടാവും, ചിത്ത്. ഏതുവരെ ആത്മാവുണ്ടാകുമോ അതുവരെ ആനന്ദവും ഉണ്ടാവും. ആത്മസ്വരൂപമാണ് ആനന്ദം, ആത്മസ്വരൂപമാണ് ജ്ഞാനം, ആത്മസ്വരൂപമാണ് സദ്ഭാവം. അപ്പം ബുദ്ധിയെ സദാ ആത്മൈകത്വ സാക്ഷാത്കാരത്തിൽ നിർത്തി സദ്ഭാവത്തെയും ചിദ്ഭാവത്തെയും ആനന്ദഭാവത്തെയും അനുഭവവേദ്യമാക്കുക. ശരീര ആത്മൈകത്വം വരുമ്പോൾ ശരീരാദികളിൽ അഹന്തയുണ്ടാകും. അതുകൊണ്ട് ശരീരസംബന്ധി പുത്രപൗത്രാദികളിൽ മമതയുണ്ടാകും. അഹമ്മമതയില്ലെങ്കിൽ മാനിൽ മമത വരില്ല. പലപ്പോഴും നാം മമത വെടിയാറുണ്ട്. ദ്വേഷം കൊണ്ട് വെടിയുന്നതാണ്. ഒന്നിനോട് ദ്വേഷമുണ്ടായി അറിവില്ലാതെ മമത വെടിഞ്ഞു എന്ന് തോന്നുന്നതെല്ലാം ത്യാഗമാണെന്നും അത്
വാസന ഇല്ലാതാക്കുമെന്നും ഒക്കെ തെറ്റിദ്ധരിക്കുന്നവർ ധാരാളമാണ്. അത് ഉത്കർഷമല്ല. ദേശം ഉത്കടമായ മറ്റൊരു മമതയാണ്. അപ്പം മമത പോകുന്നത് ബുദ്ധിയുടെ വിലാസലാസ്യങ്ങളിൽ അത്യന്ത ശ്രദ്ധയോടെ വേണം. പലപ്പോഴും നാം ഇതറിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർമ്മരംഗങ്ങൾ വേണ്ടത്ര ശ്രദ്ധാപൂർവം അല്ലാതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവ്, അധിഷ്ഠാനം, കരണം, ചേഷ്ട, ദൈവം ഇവയുടെ സംയുക്ത സംയോഗമുണ്ടാകാത്ത വേളകളിൽ സമഷ്ടിയിലൂന്നി അല്ലാതെ ജീവസൃഷ്ടിപരമായ സങ്കല്പം വച്ചു പുലർത്തി അഹം മമതാരൂപി കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന വേളകളിൽ പലപ്പോഴും കർമ്മത്തിന് വൈകല്യമുണ്ട്. ഇത്തരം വേളകളിലാണ് ദ്വേഷം ഉടലെടുക്കുന്നത്. കർമ്മം ഹേതുവായി വേണ്ടത്ര ശ്രദ്ധാപൂർവമല്ലാതെ മമത മാത്രം കാരണമായി കർമ്മങ്ങളിലേക്ക് എടുത്തു ചാടുകയും കർമ്മഗതിയെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന അന്ധക്കരണം ശുദ്ധമാകുന്നതിനാണ് കർമ്മം എന്ന് മനസ്സിലാക്കാത്ത ബുദ്ധിഹീനൻ ഏതൊക്കെയോ നേടാനാണ്, എന്തൊക്കെയോ സാധിക്കാനാണ് എന്ന വിചാരത്തോടുകൂടി കർമ്മത്തിലേക്ക് എടുത്തു ചാടുന്നവൻ. എത്ര വേഗതയിലാണോ കർമ്മത്തിലേക്ക് എടുത്തു ചാടിയത് അത്രയും വേഗതയിൽ തന്നെ കർമ്മത്തിൽ നിന്ന് മടുപ്പുളവായി ദ്വേഷം വന്ന് പിന്തിരിയുകയും ചെയ്യും. ഈ പിന്തിരിയുന്നതെല്ലാം കർമ്മബീജം നഷ്ടപ്പെട്ടിട്ടല്ല, കർമ്മവാസന പോയിട്ടല്ല. എല്ലാ കർമ്മബീജങ്ങളും സജീവമായി കിടക്കുന്ന സമയത്ത് എൻ്റെ കർമ്മങ്ങളൊക്കെ അസ്തമിച്ചു എന്ന വ്യാജേന പുതിയ പുതിയ ബന്ധങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടി ചാടി ഒരു കർമ്മബന്ധത്തിൽ നിന്ന് പോകുമ്പോൾ ആ ബീജം അടുത്ത സ്ഥലത്ത് പൊട്ടിമുളയ്ക്കുകയും സ്വഭാവേന ബന്ധങ്ങൾ ഉളവാവുകയും ചെയ്യും. ഇതിൻ്റെ നിരന്തര സംഘർഷമാണ് വ്യക്തിയും സമൂഹവും എടുത്താൽ നമ്മൾ കാണുക. ബുദ്ധിമാനായ മനുഷ്യൻ കർമ്മബന്ധത്തെയാണ് ഇല്ലാതാക്കുന്നത്. അത് ബുദ്ധി കൊണ്ട് തന്നെയാണ്. അതിന് അഹമ്മമതകളിൽ നിന്നാണ് മോചനം നേടേണ്ടത്. പുത്രന്മാരിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, വിശാലമായ രാജ്യത്തിൽ നിന്ന്, രാജ്യത്തിലെ പ്രജകളിൽ നിന്ന്, രാജ്യഭണ്ഡാരത്തിൽ നിന്നൊക്കെ മോചിതനായി
ഗണ്ഡകീ നദിയുടെ തീരത്ത് തപസ്വാധ്യായ നിരതനായിരിക്കുന്ന മുനിവര്യനായ ഭരതൻ ഒരു മാനിൽ, ഒരു ഹരിണത്തിൽ മമതയുളവായവനായി. ഭാവന മാനിൻ്റെ രൂപത്തിൽ ഉണരുകയും മാനിൽ മമതയുണ്ടാവുകയും വന്നു. ഈ മോഹത്തിൻ്റെ മൂല കാരണം ശരീരതാതാത്മ്യാധ്യാസമാണ്. ശരീരതാതാത്മ്യ അധ്യാസത്തിന് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യ അധ്യാസവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണശരീര താതാത്മ്യ അധ്യാസവും എന്ന് 3 രൂപങ്ങളുണ്ട്. ഭരതനിൽ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യം മോഹമായി വാസനയെ സംസ്കരിച്ച് സൂക്ഷ്മശരീര താതാത്മ്യവും കാരണശരീര താതാത്മ്യവും ആയ അധ്യാസങ്ങളായി പരിണമിച്ച് മാനായി ജനിക്കാനിടയാകും. ഇത് ബുദ്ധിയുടെ കളിയാണ്. ജന്മങ്ങളൊക്കെ ബുദ്ധിയുടെ മാത്രം കളിയാണ്. ബുദ്ധിയുടെ കളിയായതുകൊണ്ടാണ് ഭക്തന്മാരും നിരീശ്വര മതക്കാരുമെല്ലാം ബുദ്ധി കൊണ്ട് കളിച്ച് വാസനകളെ രൂപാന്തരപ്പെടുത്തുന്നത്. എതിർത്തും അനുകൂലിച്ചുമല്ല. വാസന ബുദ്ധിയുടെ വിലാസമാണ്. ഈ അധ്യാസത്തിൽ നിന്നെല്ലാം നിവൃത്തി കേവലം ബുദ്ധി കൊണ്ട് മാത്രമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ബുദ്ധി കൊണ്ട് മാത്രമേ അധ്യാസ നിവൃത്തിയുണ്ടാവും. അധ്യാസ നിവൃത്തിക്ക് ബുദ്ധിയല്ലാതെ മറ്റൊരു സാധനയില്ല. ഇതാണ് ശാങ്കരമതത്തിൻ്റെ ഉന്നതതലം. അതുകൊണ്ട് മോഹനിവൃത്തിയും അധ്യാസ നിവൃത്തിയും ബുദ്ധിയുടേതാണ്. മനീഷ കൊണ്ട്, ബുദ്ധി കൊണ്ട് അധ്യാസത്തിൻ്റെ നിവൃത്തി അത് മോഹനിവൃത്തിയെ ഉണ്ടാക്കും. ഫലത്തിൽ സംസാരത്തിൻ്റെയും നിവൃത്തിയാണ്. എന്നാൽ അധ്യാസഫലത്തിൽ സംസാര നിവൃത്തിയില്ല. ജന്മ സംസാരബന്ധനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജന്മസംസാര ബന്ധനമുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭക്തി കൊണ്ട് ബന്ധനിവൃത്തി ഉണ്ടാവില്ലേ? ഉത്തരം ഭക്തി തൻ്റെ തന്നെ സ്ഥാനത്താണ്, ബുദ്ധി അതിൻ്റെ സ്ഥാനത്ത്. ഭക്തി വേണം. എന്നാൽ ഭക്തി കൊണ്ട് മോക്ഷമുണ്ടാവില്ല. ശാങ്കരമതം സമന്വയ സിദ്ധാന്തമാണ്. കർമ്മവും വേണം,
ഭക്തിയും വേണം, ജ്ഞാനവും വേണം. ഓരോന്നും അതാതിൻ്റെ സ്ഥാനത്താണ്. എന്നാൽ അതിലൊന്നും മറ്റൊന്നിൻ്റെ മേൽ ആക്രമണമരുത്. ഒരിക്കലൊരു മഹാത്മാവ് ഒരു ഭക്തനോട് ചോദിച്ചു, അങ്ങെന്താണ് സത്സംഗത്തിനൊന്നും പോകാത്തത്? അങ്ങയെ സത്സംഗങ്ങളിലൊന്നും കാണുന്നില്ലല്ലോ. അങ്ങേയറ്റം ഭക്തനായിരുന്നിട്ടും അങ്ങ് സത്സംഗത്തിനൊന്നും വരാത്തതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ശ്രീറാം ജയ് റാം ജയ് ജയ് റാം എന്ന് ഭജനം ചെയ്ത് ജീവിക്കുകയാണ്. അതിലാണ് എൻ്റെ വിശ്വാസം. രാമനാമം കൊണ്ട് എല്ലാം ഉണ്ടാവും. ര ആ മ ആ രാമ. ഇതിൽ 4 അക്ഷരങ്ങൾ, 2 സ്വരങ്ങളും 2 വ്യഞ്ജനങ്ങളും. ര എന്ന അക്ഷരം ഋഗ്വേദവും ആ എന്നത് സാമവേദവും മ എന്നത് ര ഋഗ്വേദവും ആ യജുർവേദവും മ സാമവേദവും ആ അഥർവവേദവുമായി. രാമശബ്ദം ഉച്ചരിക്കുമ്പോൾ 4 വേദവുമായി. രാമശബ്ദ ഉച്ചാരണം കൊണ്ട് സർവ വേദോച്ചാരണമായി. മഹാത്മാവ് പറഞ്ഞു, അതെ, സർവവേദാർത്ഥമാണ് അങ്ങ് ഉച്ചരിക്കുന്ന രാമശബ്ദമെന്ന് ബോധ്യമായി. ശരി, രാമശബ്ദത്തിൽ 4 അക്ഷരമുണ്ട്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും 4 പുരുഷാർത്ഥങ്ങളും അതിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? വേദാർത്ഥങ്ങളെല്ലാം അതിലുണ്ട്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അതിൽ വരുന്നില്ലല്ലോ. മഹാത്മാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഭക്തൻ പറഞ്ഞത്, അല്ല, വരുന്നുണ്ട്. അതിലെന്തുകൊണ്ടില്ലെന്നാണ് അങ്ങ് പറയുന്നത്? രാ ധർമ്മമാണ്, ര ധർമ്മമാണ്, ആ അർത്ഥമാണ്, മ കാമമാണ്, അ മോക്ഷമാണ്. മഹാത്മാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഇന്നലെ പച്ചക്കറികളും പഴങ്ങളുമൊക്കെ വാങ്ങുന്നതിന് മാർക്കറ്റിൽ നിൽക്കുന്നത് കണ്ടല്ലോ, ചന്തയിൽ ബസാറിൽ പോകുന്നത് കണ്ടു. നിങ്ങൾ എന്തിനാണ് മാർക്കറ്റിൽ പോയത്? രാമശബ്ദത്തിൽ അർത്ഥമുണ്ടല്ലോ. അർത്ഥം ലഭിച്ച ഒരുവൻ എന്തിനാണ് ഉഴലുന്നത്? നോക്കൂ, മ കാമമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സ്ത്രീ, പുത്രൻ, ധനം, ധാന്യം, ശബ്ദ സ്പർശ രൂപ രസഗന്ധാദി കാമങ്ങളെല്ലാം മ എന്ന് ഉച്ചരിക്കുമ്പോൾ ലഭിച്ചു എങ്കിൽ ആ ലഭിച്ചതെല്ലാം കളഞ്ഞിട്ട് എന്തിനവിടുന്ന് പുറത്ത് ഇവയെയൊക്കെ തേടുന്നു? മഹാത്മാവും
ഭക്തനും തമ്മിലുള്ള സംഭാഷണം അങ്ങനെ തുടർന്നു. അതിരിക്കട്ടെ, നമുക്കിത്ര മതിയാവും. ഭക്തിയാകാം, എന്നാൽ ഭക്തി തൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് മറ്റൊന്നിൻ്റെ സ്ഥാനം ആക്രമിക്കരുത്, അതിക്രമിക്കുകയുമരുത്. ജ്ഞാനമുണ്ടായാൽ കൂടിയും ഭക്തി വേണം. ഭക്തിയുണ്ടായാലും ജ്ഞാനവും വേണം. ജ്ഞാനത്തിൻ്റെ ദൃഢത, സ്ഥിരീകരണം, സ്ഥൈര്യം ഭക്തി കൊണ്ടാണ്. ഭക്തി പ്രേമരൂപിയാണ്. അതാണ് മനസ്സിന് ദൃഢതയെ ഉണ്ടാക്കുന്നത്. അതാണ് സ്ഥൈര്യത്തെ തരുന്നത്. നിരസനത്തിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നതാണ്. സർവനിരസനത്തിലേക്ക്. മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ ഭക്തി സർവാതിരിക്തമായ സ്നേഹത്തിലേക്ക്, പ്രേമത്തിലേക്ക്, സർവ ഉത്കർഷത്തിലേക്ക്, സമഞ്ജസമായ സംയോഗത്തിലേക്ക് മാറ്റുന്നു. വേദാന്ത അധ്യയർത്ഥവും കൂടി പ്രേമം വേണം. ഗുരുഭക്തിയും ഈശ്വരഭക്തിയും വേണം. പൂർവശ്ലോക വ്യാഖ്യാനത്തിലും നാം ഇത് നന്നായി കണ്ടതാണ്. യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തെ മഹാത്മനഃ. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തെ മഹാത്മനഃ. ഈ ശ്രുതിക്കുള്ളിൽ ബ്രഹ്മപ്രകാശനാർത്ഥം ദേവഭക്തി തഥാ ഗുരുഭക്തി രണ്ടും കാരണമെന്ന് പറഞ്ഞു. ഇത് ശ്രുതിയാണ്. അതുകൊണ്ട് ജ്ഞാനത്തോടൊപ്പം ഭക്തിയും വേണം. എന്നാൽ അധ്യാസ നിവൃത്തിക്കു വേണ്ടി ജ്ഞാനം അനിവാര്യമാണ്. അതിനാൽ ഭഗവാൻ കർമ്മം, ഭക്തി തഥാ ജ്ഞാനം മൂന്നിൻ്റെയും പ്രതിപാദനം സമന്വയത്തിൻ്റെ, സംശ്ലേഷണത്തിൻ്റെ, സമുജ്വല സംയോഗത്തിൻ്റെ, സത്യസാക്ഷാത്കാരത്തിൻ്റെ പ്രതിപാദനം നടത്തുന്നു. കർമ്മണ്യേവ അധികാരഃ. ഇതുകൊണ്ട് കർമ്മം പറഞ്ഞു. കർമ്മണിയേവ തേ അധികാരഃ. ഇത് കർമ്മമാണ്. യോഗസ്ഥക്കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ എന്നതിലൂടെ ഈശ്വരാർത്ഥം, അവിടെ സമർപ്പണത്തിൻ്റെ, ബുദ്ധിയെ സമർപ്പിക്കുന്നതിൻ്റെ, സർവസമർപ്പണത്തിൻ്റെ, ശരണാഗതിയുടെ
ബുദ്ധൗ ശരണമന്വിച്ച ഭക്തിയും പ്രതിപാദിച്ചു. മുന്നിൽ സ്ഥിതപ്രജ്ഞതയിൽ യുക്ത ആസീന മത്പരഹ, ഇങ്ങനെ മത്പരഹ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. അതിനർത്ഥം ഭഗവത് പരായണനായിരിക്കുക. ഇതെല്ലാം ഭഗവാൻ ഭംഗ്യന്തരേണ അർജുനന് ഉപദേശിച്ചിട്ടുണ്ട്. ഉന്നതമായ ഈ ദർശനത്തെ അർജുനനെ മുൻനിർത്തി ഉപദേശിക്കുമ്പോൾ ശ്രുതിനിഷ്ഠമായ ഭഗവത്ഗീതാംബ അമ്മേ, അവിടുത്തെ പാദകമലങ്ങളിൽ ഞങ്ങൾ ഭക്തിപൂർവം പ്രണമിക്കുന്നു.